കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബിബഞ്ചിയയ്ക്ക് പുറകെ സമാനമായ രീതിയിൽ അതുല്യയും മരണപ്പെട്ടിരിക്കുന്നു. ഈ മരണത്തിന് ആർക്കാണ് ഉത്തരവാദിത്വം? സത്യത്തിൽ ഇതൊരു വെറുമൊരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് എഴുതി തള്ളാൻ സാധിക്കുമോ? അതോ ഇത് കൊലപാതകമായിട്ട് ചിത്രീകരിക്കണമോ? സത്യം പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിന് തന്നെ ഈ മരണത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില ചിന്താഗതികളുണ്ട്. ജാതകം നോക്കി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും, അതേമാതിരി ചെറുക്കൻ്റെ വീട്ടിലെ സമ്പാദ്യം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കി കല്യാണം കഴിച്ചാലും അവരുടെ ജീവിതം സെറ്റിൽഡ് ആവും എന്നുള്ള ചിന്താഗതി. ഈ ചിന്താഗതികൾ മാറാത്തിടത്തോളം കാലം തീർച്ചയായും ഇതുപോലുള്ള കൊലപാതകങ്ങളുടെയും അല്ലെങ്കിൽ ആത്മഹത്യകളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യന്റെ മനസ്സറിഞ്ഞു വേണം വിവാഹം കഴിക്കാനായിട്ട്, അല്ലാതെ സമ്പത്തോ അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ഗൃഹങ്ങളുടെ സ്വാധീനമോ അല്ല നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മനസ്സാണ് എവിടെയോ കിടക്കുന്ന ഗൃഹങ്ങളെക്കാൾ ഈ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന്. അതേപോലെ ജീവിതം സമ്പത്തുണ്ടെങ്കിൽ സെറ്റിൽഡ് ആവും എന്നുള്ളത് തീർച്ചയായും ഒരു അബദ്ധധാരണ മാത്രമാണ്. കാരണം ജീവിതത്തിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് സമ്പാദ്യം എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പ്രകൃതി നിരീച്ചാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തകരാത്ത ഒന്നും ഒരു മനുഷ്യനും ഒരു കാലത്തും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ സമ്പാദ്യത്തെക്കാൾ വലുതായി മറ്റു പലതുമുണ്ട്. മനുഷ്യന്റെ മനസ്സ് തിരിച്ചറിഞ്ഞു വേണം കല്യാണം കഴിക്കാനായിട്ട്. ഇല്ലാത്തിടത്തോളം കാലം ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരും. കാരണം ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതുപോലുള്ള ഒരുപാടധികം ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നത് കൊണ്ട് മനസ്സ് മരവിച്ചു പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റ് സെക്ഷനിൽ പറയും.